വരുന്നതേ ഫാദർ വന്നിട്ട് ഒരു 3 സാരിയാണ് ഓർഡർ ആക്കി തന്നത്. അപ്പൊ അതിന്റെ അകത്ത് 2 നിങ്ങൾ കൊടുത്തോളൂ. പിന്നെ ഡെലിവേർഡ് എന്നൊക്കെ പറഞ്ഞ് സീലും ചെയ്തിട്ടുണ്ട്. ഏത് സാരിയാണെന്നൊന്നും പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ വേറൊരു ടീമിന് ഇതുപോലെ തന്നെ 2 സാരി അവർ മേടിച്ചിട്ടുള്ള ഒരു സാരി എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവര് നമുക്ക് അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, അത് നമ്മൾ സ്റ്റാർട്ടിങ് ആയിരുന്നു നമ്മുടെ ഇവിടെ നിന്നിച്ച് പിള്ളേർക്ക്. അത് റീസൺ ആണോ? അല്ല, സോറിയാണ്, ക്ഷമിക്കണം. അത് റീസൺ ആണോ? പിന്നെ ഏത് സാരിയാണെന്നൊക്കെ ചോദിച്ചു നിങ്ങൾ ബില്ലാണെന്നൊക്കെ അറിയില്ല. ബില്ലിലുണ്ടോ? ഇതിലൊരു സാരി അല്ലേ ഉള്ളൂ. 3 സാരിയാണ് നമ്മൾ ബില്ല് ചെയ്തിരിക്കുന്നത്. എത്ര നിങ്ങൾ നോക്കും, ചെക്ക് ചെയ്യുമോ? ഒരു സാരിയേ തന്നിട്ടുള്ളൂ. അന്ന് വന്ന പ്രായമായ ആളുകൾ വന്നിട്ടാണ് സാധനം പർച്ചേസ് ചെയ്തിട്ട് പോയത്. ശരിയാണ്, പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. കാരണം നമ്മളുടെ ഇവിടെ പിള്ളേരായിരുന്നു നിന്നിരുന്നത്, നമ്മളെല്ലാം നിന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു ഡിഫറൻസ് കൂടെ വന്നിട്ടുണ്ട്, മിസ് മാച്ച് വന്നിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ നമ്മുടെ അത്ര സമയത്തിന്റെ വിലക്ക് നിങ്ങൾ കൽപ്പിക്കുന്നില്ല. സോറി, ഒന്ന് ക്ഷമിക്കുക, മനുഷ്യന്മാരല്ലേ, തെറ്റുപറ്റില്ലേ. അല്ല, ഞാൻ ഇവിടെ വീട്ടിൽ വന്നപ്പോഴാണ് നമുക്കൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതായിരുന്നു അത്. നമ്മളത് ഇപ്പൊ 7350 എടുത്തതല്ലേ ഈ പേയ്മെന്റ്. ഇത് ഏത് സാരി ഇപ്പൊ കയ്യിലൊരു സാരി ഉണ്ടാവില്ലേ, ആ സാരിയുടെ കോഡ് വെച്ച് നമുക്ക് അതിന്റെ റേറ്റ് അറിയാൻ പറ്റും. ബാക്കി എത്രയെന്ന് വെച്ചാൽ ഇവിടെ വന്ന് നമുക്ക് എടുക്കാം. അല്ല, അതാ ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ടൈം അത്രയും വെറുതെ പോയില്ലേ? ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞ റീസൺ ആണോ അത്? നമുക്ക് ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ പറയേ അതെന്താ ചെയ്യേണ്ടതെന്ന് പറയും. എനിക്ക് കോമ്പൻസേഷൻ വേണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമല്ല എത്ര വേസ്റ്റ് ആയത്. നമ്മുടെ ഫംഗ്ഷൻ വേറെ കസ്റ്റമർ വരുമ്പോൾ ഇതുപോലെയൊക്കെ സംഭവിച്ചാലോ? അങ്ങനെയല്ല, അത് ആ ഫസ്റ്റ് ഡേ ആണ് സംഭവിച്ചത്. പിന്നെ എന്താ പറയുന്നത്, ചെയ്യാവോ? വീട്ടിലെത്തിക്കോ? ഉറപ്പാണോ? അന്ന് അതിൻ്റെ കൂടെ എനിക്കൊരു കാർഡ് കൂടെ തന്നിട്ടുണ്ടായിരുന്നേ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, മനസ്സിലാവും. ആരായിരിക്കും തന്നത്? അല്ലല്ല, ആരാന്ന് ഗസ് ചെയ്യൂ. ഹസ്ബൻഡ് ആയിരിക്കും. എന്താണ് ഹസ്ബൻഡിനോട് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഹാപ്പി ആയോ?